ഒരിക്കലൊരു സന്യാസി കാട്ടിലൂടെ പോകാൻ നേരത്ത് ഒരു തത്ത വലയിൽ കുടുങ്ങി കിടക്കുന്നത് കണ്ടു. ഈ തത്തേനെ രക്ഷിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ഈ തത്തേനെ പഠിപ്പിക്കാൻ തുടങ്ങി. വേടം വരും, അരിമണി വെതറും, വല വിരിക്കും, അതിൽ പെട്ടുപോകരുത്. എല്ലാ ദിവസവും ഈ 4 വാചകങ്ങൾ പഠിപ്പിക്കും. ഈ തത്ത കറക്റ്റായിട്ട് ഇത് പഠിക്കുകയും ചെയ്തു. സന്യാസി ഹാപ്പിയായി. കാരണം ഇതിന് മനസ്സിലായല്ലോ എന്ത് ചെയ്യരുത് എന്നുള്ളത്. ഒരു കാറ്റും കോളും നിറഞ്ഞ ദിവസം തത്തയുടെ കൂടിൻ്റെ വാതിൽ ഓപ്പണായി പോയപ്പോഴത്തേക്കും തത്ത പറന്നുപോയി. പക്ഷേ അദ്ദേഹം ആദ്യം സങ്കടപ്പെട്ടു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലൊരു സമാധാനം ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി അത് സ്വയം സുരക്ഷിതനായിട്ട് ജീവിച്ചോളൂ എന്നുള്ളത്. 3 ദിവസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും കാട്ടിലൂടെ വരാൻ നേരത്ത് തത്തയുടെ ഈ സൗണ്ട് കേട്ടു. വേടൻ വരും, അരിമണി വിതറും, വല വിരിക്കും, അതിൽ പെട്ടുപോകരുത് എന്നുള്ളത്. ഭയങ്കര സന്തോഷത്തോടു കൂടി ഈ തത്തയുടെ സൗണ്ട് കേട്ടെടുത്തേക്ക് നോക്കിയപ്പോഴാണ് ഈ അരിമണി കൊത്തി തിന്ന് ഈ വലയുടെ ഉള്ളിൽ കിടക്കുന്ന തത്തേനെ വീണ്ടും കണ്ടത്. അദ്ദേഹം തലയിൽ കൈവച്ചിരുന്നിട്ട് ഞാൻ ഇതൊക്കെ എന്തിനായിരുന്നു പഠിപ്പിച്ചത് എന്ന് ചിന്തിച്ച് ഇരുന്നു പോയി. ഒരുപാട് ജ്ഞാനമുണ്ടായാലും വലിയ കാര്യമൊന്നുമില്ല. അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിഞ്ഞാൽ മാത്രമേ പ്രോഫിറ്റബിൾ ആകുകയുള്ളൂ. ജ്ഞാനമെന്ന് പറയുന്നത് ശക്തിയല്ല, ജ്ഞാനമെന്ന് പറയുന്നത് ഒരു ക്ഷമതയാണ്. അതിനെ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ അത് ശക്തിയാവുകയുള്ളൂ. അങ്ങനെ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ അത് പ്രോഫിറ്റബിൾ ആവുകയുള്ളൂ. അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ള ജ്ഞാനം എവിടെയാണോ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അവിടെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ കൂടെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മളും നമ്മുടെ സമൂഹവും പ്രോഫിറ്റബിൾ ആകുകയുള്ളൂ. ഈദ് മുബാറക്.